മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയാണെങ്കിൽ തോമസ് വൈദ്യനെ കാണാൻ ചെല്ലുകയാണ്. എന്നിട്ട് മാർക്കോനെ കുറിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. മാർക്കോയുടെ വീട് എവിടെയാണെന്നും ആരാണ് എന്താണെന്നൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ തോമസ് വൈദ്യൻ പറയുന്നുണ്ട് അവൻ്റെ വീട് ഏതാണെന്നോ നാട് ഏതാണെന്നോ അവൻ്റെ അമ്മ ഏതാണോ അച്ഛൻ ഏതാണെന്നൊന്നും അറിയില്ല. അവന് കുഞ്ഞു പ്രായം മുതലേ അവൻ തന്നെ അനാഥനായി വളർന്നവനാണ്. അവൻ ആരാണ് അവൻ്റെ ഈ പേരിട്ടതെന്ന് പോലും ആർക്കും അറിയില്ല. അവന് തന്നെ അറിയില്ല അവൻ്റെ പേര് ആരാ ഇട്ടതെന്ന്. അങ്ങനെ ഒരു ഊരും പേരും ഒന്നും ഇല്ലാതെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നൊക്കെ പറയുകയാണ്. പിന്നീട് മഹി കണ്ണൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്, പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ എനിക്കിനി പ്രസവിക്കണം, അതാണ് എൻ്റെ അടുത്ത ആഗ്രഹമെന്ന് പറയുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് കാൽവിരലുകൾ മാത്രമേ അനങ്ങാൻ പറ്റിയിട്ടുള്ളൂ, താൻ അതിനു മുമ്പ് മനക്കോട്ടം ഒന്നും കെട്ടണ്ട, താൻ ആഗ്രഹിച്ച ഈ ഒരു കാര്യം എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണേട്ടൻ അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കണ്ണേട്ടനൊന്നും പറയണ്ട, അതൊക്കെ ദൈവം നമുക്ക് സാധിച്ചു തരും എന്നൊക്കെ പറയുകയാണ് മഹി. അങ്ങനെ പിന്നെ കണ്ണനെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് വൈദ്യം പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് കണ്ണനെ ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ എല്ലാ ശത്രുക്കളുമുള്ള വീട്ടിലോട്ട് തന്നെയല്ലേ പോകുന്നത്, അതുകൊണ്ട് ഇനി കൂടുതൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇവിടെ തന്നെ തുടർന്ന് ചികിത്സ നടത്താൻ പാടില്ല, ഇവിടെ കിടന്ന് ചികിത്സിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മഹി പറയുന്നുണ്ട് അത് വേണ്ട, ഞങ്ങൾ സമയമാകുമ്പോൾ വന്നോളാം, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നെല്ലാം പറഞ്ഞ് മഹി അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ്. പോകാൻ ഇറങ്ങുന്ന സമയത്ത് വണ്ടിയിലോട്ട് കയറുന്ന സമയത്തോട്ട് ആ ചെറുപ്പക്കാരൻ മാർക്കോ അങ്ങോട്ട് ബൈക്കിൽ വരുന്നുണ്ട്. എന്നിട്ട് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ മഹിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് ബോഡി ഷേപ്പൊക്കെ കണ്ടിട്ട് ഇത് ഞാൻ കണ്ട ചെറുപ്പക്കാരൻ തന്നെയാണോ എന്നൊരു സംശയത്തിൽ മഹി നോക്കുന്നത് മാർക്കോ കാണുന്നുണ്ട്. അങ്ങനെ മാർക്കോ ഹെൽമെറ്റ് ഊരാതെ തന്നെ ആ ബൈക്കിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ മഹിയുടെ വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയാണ്. അതിനുശേഷം മാർക്കോ വൈദ്യൻ്റെ മുറിയിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവരെന്ത് ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജായി പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു അവരടുത്ത മാസം വന്നോളാമെന്ന് പറഞ്ഞാണ് പോകുന്നത്, ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ കിടത്തി ചികിത്സിക്കാൻ, അന്നേരം അവർ പൊക്കോളാം എന്ന് പറഞ്ഞ് പോവുകയാണ്. അവരുടെ വീട്ടുകാരും രണ്ടുപേരുടെയും വീട്ടുകാരാണ് അവർക്ക് ശത്രുക്കളായിട്ടുള്ളത്. അതുകൊണ്ട് ഇനി മാർക്കോ അവർക്കൊരു രക്ഷകനായിട്ട് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മാർക്കോ അതിനുള്ള ഒരു ഞാൻ നിന്നോളാം എന്നുള്ളൊരു മട്ടിൽ മാർക്കോ ഒന്നും സംസാരിക്കാതെ നിൽക്കുകയാണ്. അങ്ങനെ മാർക്കോ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് പോലീസ് പിടിക്കുന്നുണ്ട് മാർക്കോനെ. എന്നിട്ട് എന്തിനാ സാറേ എന്നെ പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും കാരണം അറിഞ്ഞെങ്കിൽ മാത്രമേ നീ വണ്ടിയിൽ കയറുള്ളൂ, മര്യാദയ്ക്ക് വണ്ടിക്കകത്ത് കയറിക്കോ എന്നും പറഞ്ഞ് വലിച്ചു പിടിച്ചെല്ലാം വണ്ടിക്കകത്ത് കയറ്റുന്നുണ്ട്. ഇനി മാർക്കോനെ കാണാൻ വേണ്ടിയുള്ള മഹിയുടെ അതിയായ ആഗ്രഹം കണ്ണൻ സാധിച്ചു കൊടുത്തതാണോ എന്നറിയില്ല, പോലീസിനെ കൊണ്ട് മാർക്കോനെ പിടിപ്പിച്ചത്. അതുകൊണ്ട് അതാണോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള എപ്പിസോഡുകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.